ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഓപ്പറേഷനിൽ സുവ്യക്തമായൊരു സന്ദേശമുണ്ട്. അതായത് ഏപ്രിൽ 22-ന് നാം കണ്ട വിധത്തിലുള്ള പ്രവൃത്തികൾ ഇനിയുണ്ടായാൽ അതിനു നേർക്ക് പ്രതികരണങ്ങൾ ഉണ്ടാകും. നാം ഭീകരവാദികളെ ആക്രമിക്കും, ജയശങ്കർ വ്യക്തമാക്കി. ഭീകരവാദികൾ പാകിസ്ഥാനിലാണെങ്കിൽ അവർ എവിടെയാണോ അവിടെ വച്ച് ആക്രമിക്കുമെന്നും ജയശങ്കർ മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തുടരുന്നതിനകത്ത് ഒരു സന്ദേശമുണ്ട്. എന്നാൽ ഓപ്പറേഷൻ തുടരുന്നു എന്നത് പരസ്പരം വെടിയുതിർക്കുന്നതിന് സമാനമല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ മതത്തെക്കുറിച്ചുള്ള അതിതീവ്രമായ വീക്ഷണം പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളെ സ്വാധീനിച്ചിരുന്നുവെന്നും ജയശങ്കർ ആരോപിച്ചു. വിനോദസഞ്ചാരത്തെ ദോഷകരമായി ബാധിക്കാനും വർഗീയ കലാപം സൃഷ്ടിക്കാനുമുള്ള ലക്ഷ്യത്തോടെയാണ് പെഹൽഗാം ആക്രമണം നടന്നത്. മതം എന്നൊരു ഘടകം കൂടി ഉൾപ്പെടുത്തപ്പെട്ടു. മതപരമായി അതിതീവ്ര കാഴ്ചപ്പാടുള്ളയാളാണ് പാകിസ്ഥാൻ സൈനിക മേധാവി. ചിലർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുമെന്നും ജയശങ്കർ പറഞ്ഞു. ഏപ്രിൽ 22-ന് പെഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെടാനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് മെയ് 7-ാം തീയതി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തുകളഞ്ഞത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വൈകാരികമായി വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. രാജസ്ഥാനിലെ ബിക്കാനീറിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ ആർപ്പുവിളികളോടെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേട്ടിരുന്നത്. ഭീകരർ മതം നോക്കി പെഹൽഗാമിൽ നിരപരാധികളെ കൊന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 22 മിനിറ്റിൽ ഇന്ത്യ അതിന് മറുപടി നൽകി. 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു. സിന്ദൂരം മായ്ച്ചാൽ തിരിച്ചടി എങ്ങനെയാകുമെന്ന് കാണിച്ചുകൊടുത്തു. സിന്ദൂരം മായ്ച്ചവരെ മണ്ണിൽ ലയിപ്പിച്ചു. ചിലർ കരുതി നമ്മൾ മിണ്ടാതിരിക്കുമെന്ന്. സിന്ദൂരം വെടിമരുന്നാകുന്നതിന് ലോകം സാക്ഷിയായി. നീതിയുടെ പുതിയ സ്വരൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരതയ്ക്ക് നമ്മൾ മറുപടി നൽകി. അണുബോംബിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട. പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ ഇന്ത്യ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നയം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഔദ്യോഗിക ദൌത്യവുമായി മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. യാത്ര തിരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി യുഎഇയിലെത്തിയ ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ തലവനായ സംഘം സിയേറ ലിയോണ, ലിബിയ, കോംഗോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കും. എംപിമാരായ അതുൽ ഗാർഗ്, സസ്മിത് പത്ര, മനന്ത് കുമാർ മിശ്ര, എസ് ആലുവാലിയ, സുജൻ ചിനോയ് എന്നിവരാണ് സംഘത്തിലുള്ളത്. ലോകസമാധാനത്തിന് ഇന്ത്യ നൽകുന്ന സേവനങ്ങളും അക്കാര്യത്തിലുള്ള പ്രതിബദ്ധതയും ഭീകരതയ്ക്കെതിരായ സുതാര്യമായ നിലപാടുകളും ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് പര്യടനത്തിന്റെ ലക്ഷ്യമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു. പാകിസ്ഥാന്റെ സഹായത്തോടെ പെഹൽഗാമിൽ 26 നിരപരാധികളെയാണ് ഭീകരർ വകവരുത്തിയത്. ഇക്കാര്യത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി കൃത്യമായാണ് ഇന്ത്യ അവരെ പ്രഹരിച്ചത്. തുറന്നതും നേരെയുള്ളതുമായ സമീപനമാണ് ഇന്ത്യയുടേത്. പാകിസ്ഥാൻ എക്കാലവും വളഞ്ഞ വഴിയിൽ തീവ്രവാദികളെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയപ്പോഴും സാധാരണക്കാർക്ക് ഹാനി വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്ത്യൻ പട്ടാളത്തിന്റെ ഈ സൂക്ഷ്മതയോടെയുള്ള ആർജവത്തിന് പാകിസ്ഥാൻ തിരിച്ചടിച്ചതുപോലും സാധാരണക്കാരെ ഉന്നമിട്ടായിരുന്നു. ഇന്ത്യക്കും ലോകത്തിനും സമാധാനത്തോടെ ജീവിക്കണം. അതിന് പാകിസ്ഥാൻ ഊട്ടിവളർത്തുന്ന ഭീകരത തലപൊക്കരുതെന്നുമുള്ള ഉറച്ചതും സുതാര്യവുമായ നിലപാട് ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ട രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും ഇ.ടി. കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.